ഇത് കോട്ടയം ജില്ലയിൽ ഉഴവൂർ ബ്ലോക്ക് മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിൽ 13-ാം വാർഡിലെ ഒരു ലക്ഷം വീടിൻ്റെ കഥയാണ്. ലക്ഷം വീട് എന്ന് പറയുന്ന ഗവൺമെൻറ് പ്രൊജക്റ്റ് 1972 അന്നത്തെ അഗ്രികൾച്ചർ ആൻഡ് ഹൗസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്ന മിസ്റ്റർ MN ഗോവിന്ദൻ നായർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രൊജക്റ്റിൽ ഏകദേശം 90,208 വീടുകളാണ് നിർധനരായിട്ടുള്ള ആളുകൾക്ക് പണിത് നൽകിയത്. ഏകദേശം 240 സ്ക്വയർ ഫീറ്റിൽ 2 ഫാമിലിക്ക് വി ആകൃതിയിൽ പണിത് അപ്പുറത്തും ഇപ്പുറത്തും 2 ഫാമിലിക്ക് താമസിക്കത്തക്ക വിധത്തിലാണ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് അന്നത്തെ കാലത്ത് ഗവൺമെൻറ് ചെയ്തത്. എന്നാൽ ഇന്നേക്ക് ഏകദേശം 52 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ ഒരു പ്രൊജക്റ്റ്. കോട്ടയം ജില്ലയിലും വിവിധ ഭാഗങ്ങളിലും ഞാൻ യാത്ര ചെയ്തപ്പോൾ ഇത്തരത്തിലുള്ള പല കോളനികളും നല്ല രീതിയിൽ പണിത് ആ പ്രൊജക്റ്റ് പഞ്ചായത്തും അല്ലെങ്കിൽ അതിൻ്റെ അധികാരപ്പെട്ട ആളുകളും കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് കാണുവാനായിട്ട് സാധിച്ചത്. എന്നാൽ കോട്ടയം ജില്ലയിലെ മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിലെ 13-ാം വാർഡിലെ ഈ ഒരു ലക്ഷം വീടിൻ്റെ ശോചനീയാവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ വീടുകളും തന്നെ ഏകദേശം ഈ ഒരു വലിയ മഴക്കാലത്ത് പടുതയിട്ട് ഓടുകളൊന്നുമില്ലാത്ത അടപ്പുറപ്പില്ലാത്ത വീടുകളായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. വളർന്ന തലമുറകൾക്ക് ഹൈജീനിക്കായിട്ടുള്ള യാതൊരു വക ക്രമീകരണങ്ങളും വേണ്ടപ്പെട്ട അധികാരികളിൽ നിന്ന് ഇവിടുന്ന് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. നല്ലൊരു ബാത്റൂം, നല്ലൊരു കിടപ്പാടം, നിർധനരായിട്ടുള്ള പ്രായമായ രോഗികളായ പല ആളുകളും ഇവിടെയുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പലരുടെയും പ്രൈവസി മാനിച്ചുകൊണ്ട് ആളുകളില്ലാത്ത സമയത്ത് ആളുകൾ ഒഴിവാക്കി പകൽ സമയത്ത് എല്ലാവരും ജോലിക്ക് പോയിരിക്കുകയാണ്. എന്നാൽ അവരുടെയൊക്കെ അനുവാദത്തോടു കൂടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അധികാരികളിൽ നിന്നും പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ച് ഈ ഒരു പ്രൊജക്റ്റിലുണ്ടായി. എത്രയും പെട്ടെന്ന് ഇവരൊക്കെ വീടുകൾ പൊളിച്ചു പണിത് ഒരു നല്ല ഒരു പ്രോപ്പർട്ടിയായിട്ട് ഇതിനെ നിലനിർത്താൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് മുൻകൈ എടുക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഏകദേശം 1.5 ഏക്കറോളം വരുന്ന ഈ ഒരു പ്രോപ്പർട്ടിയിൽ അമെനിറ്റീസ്, കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ക്രമീകരണങ്ങൾ, നല്ല വീടുകൾ ഒക്കെ പണിതുകൊണ്ട് നല്ലൊരു പ്രൊജക്റ്റാക്കി മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് ഇതിനെ നിലനിർത്തട്ടെ, അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇതിൻ്റെ ശോചനീയാവസ്ഥ ജനങ്ങളിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളിലേക്ക് ഇത് സമർപ്പിക്കുകയും ചെയ്യുകയാണ്.